ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഗ്രാനി 3 ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈസി മോഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഗ്രാൻഡ് പേ വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ നമുക്ക് കൊടുക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രാനി 3 ആണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇൻട്രോ വന്നിട്ടുണ്ട്. ഇൻട്രോ നമുക്ക് സ്കിപ്പ് ഇൻട്രോ കൊടുക്കാം. ഗ്രാൻഡ് പേ എങ്ങനെയാണ് കൊല്ലണം ഗൈസ്, വീട്ടേക്കാണ് ഗൈസ് അങ്ങേരെ വീട്ടിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കഥ തുറക്കാം. ഇല്ല, പറ്റൂല. അതിനാണ് ഇവിടെ ഈ ഒരു സാധനം കൊടുത്തേക്കുന്നത് ഗൈസ്, നമ്മുടെ ലോക്ക് പീക്ക്. അതിന് ആ ലോക്ക് പീക്ക് വെച്ച് തുറക്കാം. ഇപ്പോൾ തുറന്നു വരും ഗൈസ്. ഞാൻ തുറന്നു വരുന്നില്ല, ഇപ്പോൾ തുറന്നു വരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ തുറന്നു. നമുക്ക് താഴോട്ട് തന്നെ പോകാം. ആദ്യമേ എവിടെയോ നമ്മുടെ ഉപ്പാപ്പ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്ന ഗൈസ്, കഥ തുറക്കുന്ന. ഓക്കെ അല്ല വെല്ലടിച്ച ഇവിടെ ഒന്നുമില്ല. ചില സമയത്തൊക്കെ വല്ലതും കാണുന്നതാണ്. എനിക്ക് പോവാം ഗൈസ്, മണ്ടേ തന്നെ കയറി പോവാം ഗൈസ്. വീണ്ടും മിക്കവാറും കിളവൻ ഇറങ്ങിയ സമയമായിരിക്കും ഗൈസ്. നമ്മൾ ചെന്ന് കയറുമ്പോഴായി കിളവനും ഇറങ്ങി വരുന്നത്. അങ്ങനെയൊക്കെ ചില സമയത്ത് വരാറുണ്ട് ഗൈസ്. ഈ കഥ ഒന്ന് തുറക്കും. ഇങ്ങനെ തുറക്കണം ഗൈസ്, ഭയങ്കര പാടാണ് ലോക്ക് പിക്ക് വെച്ച് തുറക്കാൻ. ഓക്കെ നമുക്ക് ലോക്ക് പിക്ക് വെച്ച് തുറക്കാം. ഓക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സാധനം ഇവിടെ ഒന്നും ഇല്ലേ, ഒന്നും ഫ്യൂസ് കിട്ടിയാൽ ഇപ്പോഴേക്കും വയ്ക്കാം. കിട്ടുന്ന സാധനങ്ങൾ എവിടെയാണോ അവിടെ കൊണ്ട് കിളവൻ നമുക്ക് തോക്ക് കിട്ടിയ 2 മിനിറ്റ് 30 സെക്കൻഡിന് കിളവ് എഴുന്നേക്കില്ല. നമുക്ക് ഈ തോക്ക് സൂക്ഷിച്ച് നമുക്ക് തന്നെ വെച്ചാൽ. ഓക്കെ അതിന് നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തുറക്കൂ. നമ്മൾ കിളവൻ്റെ തോക്ക് എന്തായാലും അടിച്ചു പറ്റിയ. നമ്മൾ കിളവനെ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സീനാണ്, പൊളിയാണ്. ഓക്കെ നമുക്കിനി കൊച്ചു കാക്കയെ കൊല്ലണം ഗൈസ്. കൊച്ചുകാക്കയെ കൊല്ലണം. കൊച്ചുകാക്കയെ കേസിന് നമുക്ക് നമുക്ക് ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ചെയ്തിടാം കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ കോയിൻ കിട്ടുമ്പോൾ നമുക്ക് ആ കോയിൻ അവിടെ കൊണ്ടിടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം. താഴെയാണ് കേസ് നമ്മളൊക്കെ വെക്കേണ്ടത്. ഇവിടെ എന്തുവാ അങ്ങോട്ട് പോയി നോക്കാം. പ്ലാങ് ഇല്ലേ, പ്ലാങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. ഓക്കെ ഇവിടോട്ട് തുറന്ന് നോക്കാം. ഇവിടെ ചിലപ്പോൾ വേറെ ആവശ്യമുള്ള വല്ല തീപ്പെട്ടി, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഗൈസ്. ഓക്കെ ആദ്യം നമുക്ക് കോയിൻ കൊണ്ട് താഴെ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. ഇവിടെ എന്തോന്ന് അറിഞ്ഞിട്ട് പോവാം. കേബിൾ കോയിനെ കിട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമുക്ക് ട്രെയിൻ എസ്കേപ്പ് നടത്താം ഗൈസ്. മിക്കവാറും ട്രെയിൻ എസ്കേപ്പ് ചിലപ്പോഴേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ നമുക്ക് താഴോട്ട് പോയി ഈ ഒരു ഇത് വയ്ക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഇതിൻ്റെ മെഷീൻ്റെ കൊടുക്കണം ഗൈസ്. ടിക്കറ്റ് കൺട്രോളർ എന്നാണ് പറയുന്നത്. ഓക്കെ ഇതിന് കൊടുക്കുന്ന പേടിക്കുന്നുമില്ല. ടിക്കറ്റ് നമുക്ക് ഇവിടെ ഈ സംഭവത്തിലുണ്ടല്ലോ ഗൈസ്. നമുക്ക് ഈ സംഭവത്തിൽ ഇത് എടുത്തിട്ട് ടിക്കറ്റ് മേടിക്കുന്നു ഗൈസ്. ഓക്കെ ട്രെയിൻ ടിക്കറ്റ് കിട്ടി ഗൈസ്. ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു കൊടുക്കേണ്ടത്. ഞാനൊക്കെ കോയിൻ കൊണ്ടിരുന്നു. ഓക്കെ കഥവൊക്കെ തുറന്നു തരും. നല്ലൊരു ജനറിക് റോബോട്ടാണ് ഗൈസ്. ഇനിയിപ്പോൾ മണ്ടേ പോകാം ഗൈസ്. ക്രോബർ തുറന്നാൽ പാതി സാധനങ്ങളും നമുക്ക് കിട്ടും ഗൈസ്. ഇതിൻ്റെ അകത്ത് ആക്സിലേറ്റർ കിടക്കുന്ന ഗൈസ്. നമുക്കിത് പെട്ടെന്ന് തുറക്കാം ഗൈസ്. പൊട്ടം തുറക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ട്രെയിൻ കീ മാത്രമേ ആവശ്യമാവും. ആ ട്രെയിൻ കീയും വേറെ കുറച്ച് ഫ്യൂസ് അതൊക്കെ വേണം. ഫ്യൂസ് വേണ്ട, വേറെ സാധനങ്ങളൊക്കെ വേണം ഗൈസ്. നമുക്കിത് കൊണ്ട് വയ്ക്കാം.
ഓക്കെ ഇതുകൊണ്ട് വയ്ക്കാം. ഡോർ അടച്ചിടണം. ഡോർ അടച്ചിടാം. നമ്മുടെ കൺട്രോളിന് മതി. കേസ് ആക്സിലേറ്റർ വയ്ക്കാം. ട്രെയിൻ ഹാസ് നോ പവർ. ട്രെയിന് പവറൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഇടാം. ഓപ്പൺ. പണ്ട് ഉണ്ടല്ലോ ഇവർക്ക് ഈ നമ്മുടെ ഉപ്പാപ്പാക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര കച്ചവടമൊക്കെ ആയിരുന്നു ഗൈസ്. നമുക്ക് തോക്ക് എടുത്തിട്ട് വരാം ഗൈസ്. തോക്ക് എടുക്കാം. സൂക്ഷിക്കണം ഗൈസ്, സൂക്ഷിക്കണം. ഇവിടെ ഒന്നുമില്ല. കേസ് ഇത് അടച്ചിടാം. പോകാൻ പാടാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. ചിലപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. നമുക്ക് തോക്കെടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, മണ്ടയിലോട്ട് പോകുമ്പോൾ നമുക്ക് തോക്ക് കിട്ടും. തോക്ക് എടുക്കാം ഗൈസ്. നമ്മൾ നേരത്തെ തോക്ക് കിട്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് പോയായിരുന്നു. ചിലപ്പം കിളവ് എടുത്തു കാണോ എന്തോ എന്നാണ് എൻ്റെ ഒരു സംശയം. കേസ് നമുക്ക് എന്തായാലും പോയി നോക്കാം. ആ തോക്ക് കിട്ടി. ഇവിടുന്ന് ചാടാവോ? അല്ല, ചാടിക്കൂടാ. ഡോണ്ടോ ചാടിക്കൂടെ. ചാടിയാൽ നമ്മൾ വീഴും. ഇപ്പം ചാടി, അത് വേറെ കേസ്. ഓക്കെ ഗൈസ്, നമുക്ക് താഴോട്ട്. ഓ, കിളവൻ തോക്കിൽ വിടേണ്ടേ ഇല്ല. കിളവനെ കൊല്ലാൻ പറ്റിയ സമയമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് താഴോട്ട് നമ്മളിപ്പോൾ കഥ നോക്കിയായേനെ. കിളവനാണെങ്കിൽ അവിടെ വായമ്പളം നിന്ന് നമ്മൾ ഇപ്പം ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഓടിച്ചാടി ഇറങ്ങിയതെങ്കിൽ കിളവൻ്റെ അടി കിട്ടി നമ്മളിപ്പോൾ ചത്തേനെ. ഓടിച്ചാടി ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ ചത്തില്ല. ഒന്ന് ഗ്ലാസ് പൊട്ടിച്ച് വയസ്സ്. ഇത് നമുക്ക് ഇവിടെ ഇടാം. ക്രോബാർ കിട്ടി. ഇതിൻ്റെ അകത്ത് എന്തുവാ? പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമുക്കിനി പോയിട്ട് ഇവിടുത്തെ ഇത് തുറന്ന് നോക്കാം. ഇത് ഷെഡാണോ? ഷെഡ് കീ കിട്ടിയ. നമുക്ക് ഷെഡ് കീ കൊണ്ട് വയ്ക്കാം ഗൈസ്. ഷെഡ് കീ കൊണ്ട് അതിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കൊരു സാധനം കിട്ടുന്നത്. ഓക്കെ, ഷെഡ് കീ. നമുക്ക് ഷെഡ് കീ കൊണ്ട് വെളിയിലാണ് ഷെഡ് കീ. ഓക്കെ ഗൈസ്, നമുക്ക് വെളിയിലോട്ട് പോകാം. ഇവിടെ ചിലപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ല ഗൈസ്, നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഇവിടെ കുറേ തോക്കിൻ്റെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് മറ്റേ വെപ്പൺ കീ അല്ലേ, അത് നമുക്ക് തുറക്കാം ഗൈസ്. അതിന് മുമ്പ് ഷെഡ് കീ, നമുക്ക് ഷെഡ് കീ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഷെഡ് ഒന്ന് തുറന്ന് നോക്കാം. ഈ കുഞ്ഞ് ഷെഡാണ് ഗൈസ്. നമുക്ക് ജനറേറ്ററാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കീ മാത്രം കിട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ ഇതിൻ്റെ കീ മാത്രം കിട്ടിയാൽ മതി ഗൈസ്. നമ്മുടെ ട്രെയിനിൻ്റെ കീ മാത്രം കിട്ടിയാൽ നമ്മൾ ഇപ്പോൾ എസ്കേപ്പ് ആവും ഗൈസ്. നമുക്ക് ഈ സംഭവം കൊണ്ട് വെച്ചിട്ട് തരാം. അപ്പോൾ നമുക്ക് ട്രെയിൻ എസ്കേപ്പാണ് നടത്താൻ പോകുന്നത്. ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ചാവിയും കൂടി വേണം ഗൈസ് കണ്ടുപിടിക്കേണ്ടത്. താഴെ കൊണ്ട് വയ്ക്കാം. ഇത് നല്ലൊരു ഗെയിമാണ് ഗൈസ്, കിരാനി. ഇവിടെ ആയിട്ടാണ് കൊണ്ട് വയ്ക്കേണ്ടത്. ഓക്കെ, ട്രെയിൻ കീ കണ്ടുപിടിക്കണം ഗൈസ്. ട്രെയിൻ കീ. ഓക്കെ, ക്രോബാർ. ഓക്കെ, ക്രോബാർ. ഇനി നമുക്ക് മണ്ടയിൽ ചിലപ്പം കാണുന്നു. മിക്കവാറും കിളവ് വരുന്ന
ഓടിക്കുക ഗൈസ്. ഓടിപ്പോയി തോക്ക്. പക്ഷെ തോക്കിലൊന്നും ഇല്ല ഗൈസ്. തോക്കിലുണ്ടേ ഇല്ല. ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അതേ ഉള്ളു. ഷോട്ടുണ്ട്.